അത് ഭയങ്കര റയറാ. ഒരാഴ്ച എടുക്കുന്ന പറഞ്ഞ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടാൻ പോകുന്നുള്ളൂ. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിന്ന് പിന്നെ കാർ സിമുലേറ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. കാർ സിമുലേറ്ററിൽ നമ്മളിന്നൊരു പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ഫെറാറിന്റെ. അപ്പോൾ അധികം സമയം നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചെന്നോ അറിയില്ല. ഈ വണ്ടീൻ്റെ ഫ്രണ്ട് കണ്ട ഒരു കാറ്റിലും പോകേണ്ട ഒരു ഇത് വെച്ച് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചാൽ നമുക്ക് ഓർമ്മയില്ല. പിന്നെ ബാക്കിൽ കുറച്ച് ചെറിയൊരു ബൂട്ടുണ്ട്, കുറച്ച് സാധനം വെക്കാൻ പറ്റും വണ്ടിക്ക് കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ ഫെറാറി എൻസോ എന്ന് പറഞ്ഞ കാർ എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഗെയിമിലുള്ള അൺപെയ്ഡിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാർ അതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം റോണിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലാണ്ട് നമുക്ക് ബ്രേക്കും പോക്കാം. സ്പീഡുണ്ട് ഇപ്പോൾ, ബ്രേക്ക് കുറച്ച്. ആക്സലറേഷന് വേണ്ടിയിട്ട് കൂടുതലും മറ്റേ നമ്മൾ ഇതിനെ പോലെ ഓഡിൻ്റെ R8 പോലെ. ഓക്കെ, ഞാൻ റോണിനോട് സംസാരിച്ചാൽ എനിക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്തോ ഒരു സാധനം റോണിക്ക് എടുത്തു കൊടുക്കണം, വേറെ മാഫിയൻ്റെ കയ്യിൽ നിന്ന്. തിരിക്ക് വണ്ടി ഇരിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് ഫെറാറിൻ്റെ എൻട്രി കിട്ടും അങ്ങനെ പറഞ്ഞു. ഓക്കെ, അടുത്ത 0.5 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ബ്രേക്ക് എന്തോന്നു ഒന്ന് സ്പീഡ് വേഗം കയറും, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കും, ഷോട്ട് സൗണ്ടും ഇല്ല ഇതിന്. എവിടെയാ സ്ഥലം വരുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ സംസാരിച്ചു. എന്തോ ഒന്നാമതൊന്നും അടുത്ത് പറഞ്ഞിട്ടില്ല. ഈ സാധനം കൊണ്ടേ കൊടുക്കാനേ പറഞ്ഞുള്ളൂ, അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. റോണിയായിട്ടുള്ള കാര്യം തന്നെ ഇത് ടിക്കിൽ വെച്ചേക്കാം. ഓക്കെ, സമയമുണ്ട്. അപ്പം എന്തോ റിസ്ക് എടുത്ത് സാധനം ഇത് കഴിഞ്ഞാൽ പോലീസ് വരും. വേഗം വേഗം വേഗം. ഓക്കെ, എല്ലാം വിളിച്ചിട്ട് നമുക്ക് അടുത്താ ഈ വണ്ടി അടിപൊളിയായോ. എങ്ങോട്ടാ ഞാൻ പോകുന്നു? ബ്രേക്ക് ഇല്ലേ വണ്ടി കൂട്ടി. ഹാൻഡ്ലിംഗ് ഒന്നും കുഴപ്പമില്ല, ബ്രേക്കിങ് ഞാൻ എവിടുന്ന് പിടിച്ചത് വീട് മാത്രം. ഓക്കെ, നമ്മൾ റോണിൻ്റെ അടുത്ത് പോയി സംസാരിക്കട്ടെ. ഓക്കെ, വണ്ടി എത്താൻ സാറിന് പറഞ്ഞ പോലെ തന്നെ ടൈം എടുക്കും. അത് ഭയങ്കര റയറാ. ഒരാഴ്ച എടുക്കുമെന്ന് പറഞ്ഞ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടാൻ പോകുന്നുള്ളൂ. അത്ര റയറായിട്ടുള്ളൊരു കാറാണ്. കാരണം ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് കാറാണ് തോന്നുന്നു. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ അല്ല, അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ഞാനവിടെ വണ്ടിയിൽ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു. അപ്പം അന്ന് റോണിൻ്റെ കോൾ വരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച 5 ദിവസം കഴിഞ്ഞ് എന്നിട്ടാണ് വണ്ടി ഇപ്പം എത്തിയതിന്. സോ ഇന്നലെ രാത്രി എത്തിയ ഇവൻ ഇന്ന് എന്നോട് പറഞ്ഞു. സോ നമുക്ക് വേഗം പോയിട്ട് വണ്ടി എടുത്തേക്കാം. നമ്മളെ ഫെറാറി എയർപോർട്ടിലെത്തിയിട്ടുള്ള നേരെ എയർപോർട്ടിലേക്ക് ഈ വഴി ഇറങ്ങിപ്പോ. പാലട് പോലീസ് കണ്ട് കച്ചറ. ഓക്കെ, പോലീസിനെ ഇടാക്കിയിട്ട് മറ്റേ ഫൈനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവും. അവിടെ ഒരു പോലീസിന്റെ വണ്ടി ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തെടുത്തപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 ലക്ഷം കിട്ടിയായിരുന്നു. ഓൾമോസ്റ്റ് അല്ല, 1 ലക്ഷം 2 ലക്ഷം, ഓൾമോസ്റ്റ് 2 ലക്ഷം കിട്ടിയായിരുന്നു. സോ നമ്മളെ ഫെറാറി എൻസോ ഈ പോലീസർ വന്നോണ്ടിരുന്ന വഴി കാണാനും പറ്റിയില്ല. അടിപൊളി റെഡ് കളർ, ഫെറാറിന്റെ കളർ തന്നെ.
ഫ്രണ്ടിൽ ഓക്കെ ചെറിയൊരു ബോട്ട്, ഇതിനകത്തൊന്നും വെക്കാനും പറ്റൂല, ഒന്നും വെക്കാൻ പറ്റില്ല, ഒരു ബാഗാറ്റം വെക്കാൻ പറ്റും. വേറൊന്നുമില്ല. പിന്നെ ഇവിടെ പെട്രോൾ ടാങ്ക്, ബാക്കിൽ എൻജിൻ എന്തെന്നാ ഓക്കെ മൊത്തം പൊന്തി വന്നു. വണ്ടീൻ്റെ ഇതെല്ലാം കാണുന്നു. ഓക്കെ ഫെറാറിൻ്റെ എൻജിൻ. ഇതിൻ്റെ എൻജിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻസ് പറഞ്ഞോ. എൻജിൻ ഏതാണെന്ന് എനിക്കറിയില്ല. സോ അതൊന്ന് സസ്പെൻഷനോ, പിന്നെ ഇവിടുത്തെ സ്പ്രിങ് ഇങ്ങനെ സസ്പെൻഷൻ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് സസ്പെൻഷൻ പറയുമ്പോൾ അഗടിയായിട്ടില്ല വേറുണ്ട് ടയറിൻ്റെ ഇവിടെ, അവിടെയൊന്നും കാണുന്നില്ല. ഓക്കെ എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടാവും, വേറെ വണ്ടിയല്ല. സസ്പെൻഷനാ തോന്നുന്നു, എന്താ എൻജിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. ഓക്കെ മൂടിയേക്കാം. ഓക്കെ അടിപൊളിയായിട്ട് കാണാൻ. ഞങ്ങൾക്കൊന്ന് ഓടിച്ചോക്കെ ഇനി ഇത് പിന്നെ എത്തിക്കോളാം. സൗണ്ട് നോക്കറാ, ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടി കേൾപ്പിച്ചരാം. ഓക്കെ ഞാൻ ഫുൾ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് റിവ്യൂ ചെയ്യാം. നിർത്തിയിട്ടത് തന്നെ ഭയങ്കര സൗണ്ട്. ഓക്കെ അടിപൊളി സൗണ്ടാണ്. എനിക്ക് ഇന്ത്യസ് പഴയ വണ്ടി ആയതുകൊണ്ട് പഴയ തന്നെ, നല്ല പഴയ ലുക്ക് തന്നെ, എന്നാലും കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ ഉള്ള കാണേ, നല്ല കളറുള്ള നല്ല രസമുണ്ട്. പിന്നെ എൻജിൻ്റെയോ എല്ലാം, പിന്നെ ഫെറാറിൻ്റെ മോസ്റ്റ് കാർസിലും എല്ലാം സ്റ്റിയറിംഗ് മേലാണല്ലോ. പിന്നെ മറ്റേ ടച്ച് സ്ക്രീൻ അങ്ങനത്തെ ഒന്നുമില്ല, മ്യൂസിക് സിസ്റ്റം ഒന്നുമില്ല, ആവശ്യമില്ല, ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ മതി. പിന്നെ സ്പീഡോമീറ്റർ നല്ല പഴയ ലുക്ക് തന്നെയാണ്, കുറച്ച് ഡിജിറ്റലായിട്ട് കുറച്ച് അനലോഗ് ആയിട്ട്. ഓക്കെ നല്ലതായിട്ട് കാണാം, ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് സ്റ്റോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ ഈ സ്റ്റോക്ക് വണ്ടിക്കൊന്നും വലിയ പവറേ ഉണ്ടാവില്ല. ഇത് സ്റ്റോക്ക് വണ്ടി ഇത്ര സ്പീഡിൽ ഓടുന്നു. എനിക്കൊന്ന് നമ്മളെ BMW അത്ര തന്നെ ആക്സലറേഷൻ ഉണ്ട്. BMW i8 കുറച്ച് കുറവാ, അത് മോഡിഫൈ ചെയ്യാൻ ഇതിന്റെ ഇരട്ടിയാവും. ഇതോ നോക്കറ സ്റ്റോക്ക് വണ്ടി, ഇത് ഫുൾ സ്റ്റോക്ക് 352 സ്പീഡ് പോയി ഇപ്പൊ. അടിച്ച് പൊളിക്കാ. റിയൽ ലൈഫ് ആണെ ചത്തിട്ടുണ്ട് അവന്. ഓക്കെ എങ്ങനെയല്ല അതിൻ്റെ അകത്ത് ഇറക്കിയിട്ടുണ്ട് വണ്ടീനെ. ഇവിടെ വെള്ളമുണ്ടായിരുന്നു വണ്ടി, ഇതും പുതിയ അപ്ഡേറ്റിൽ തന്നെ. ഓർമ്മയില്ല, ഇവിടെ വെള്ളം ഇല്ലായിരുന്നു വണ്ടിന്റെ ഓർമ്മയില്ല. വല്ല ഗ്ലിച്ചൊന്നും നടഞ്ഞോണോ എന്ന് അറിയില്ല. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് അടുത്ത വീട് നമുക്ക് നോക്കാം. നമുക്ക് വീട് കഴിഞ്ഞപ്പിയാ. ഓക്കെ നമ്മൾ ഫെറാറി എൻസോന് എടുത്തിട്ടുണ്ട്. എന്താ രസം കാണേ. അപ്പം ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.
സംഗീതം